അതായത് ഫിയറ്റ് കമ്പനി ഇവിടുന്ന് നിർത്തി, പക്ഷേ ജീപ്പ് ഉണ്ട് ഇവിടെ. ജീപ്പിന്റെ അവിടെ തന്നെയാണ് ഫിയറ്റിന്റെ സർവീസും. അവിടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് വണ്ടിയിൽ. ഇതാ ഒരു 7 സീറ്റർ വേണമെങ്കിൽ ഒരു എർട്ടിക നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. ഡീസൽ മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ്. പക്ഷേ അലോയ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തതാണ്. ഡെലിവറി കൊടുക്കുന്ന സമയത്ത് പക്ക സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എല്ലാ വണ്ടി സർവീസ് ചെയ്ത് അങ്ങനെ തന്നെ കൊടുക്കുന്നത്. ഡെലിവറി കൊടുക്കുന്ന എല്ലാ വണ്ടിയും അടുത്ത് തന്നെ സർവീസ് സെൻ്റർ ഉണ്ട്. സർവീസ് ചെയ്തിട്ടാണ് കൊടുക്കുക. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ വെച്ചിട്ട് ചാലോട് അല്ലേ, സാസിയോസ്റ്റ് കാസിലാണ് നമ്മളുള്ളത്. സൈനക്ക സ്വാഗതം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ചെറിയ ബഡ്ജറ്റ് സെഗ്മെന്റ് വാഹനങ്ങളാണ് കൂടുതലും. പക്ഷേ എർട്ടിക, സ്വിഫ്റ്റ് പോലത്തെ വാഹനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്വിഫ്റ്റ് ഉണ്ട്, പെട്രോള്, ഡീസൽ ഉണ്ട്. ഓക്കെ, എല്ലാ വണ്ടിയുണ്ട്, എല്ലാ സെഗ്മെന്റും ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ ചാലോടാണ്, അതായത് മട്ടന്നൂർ റൂട്ടാണ്. കണ്ണൂർ ടു മട്ടന്നൂർ റൂട്ടില് ചാലോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 500 മീറ്റർ മുമ്പോട്ട്. ഏകദേശം ഒരു പാതി എത്തണം അല്ലേ? മട്ടന്നൂർ പോകുന്ന റൂട്ടിലേക്ക് പോകുമ്പോൾ ഒരു പാതി എത്തണം. കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ എത്തുന്നതിന്റെ പകുതിയല്ല, അതിന് കൂടുതലുണ്ട്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ മട്ടന്നൂരേക്ക്. കണ്ണൂരേക്ക് 15 കിലോമീറ്റർ ഉണ്ട്. മട്ടന്നൂരേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ മുക്കാൽ ഭാഗം കഴിയും. ഓക്കെ, അപ്പോൾ സാസിയോസ്റ്റ് പേര്. നമുക്ക് എങ്ങനെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ കണ്ടുനോക്കാം. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് കോളറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ് നമുക്ക് എത്ര റേഞ്ച് മുതലുണ്ടെന്ന്? നമുക്കിപ്പോൾ ഇന്നൊരു 80 രൂപ മുതൽ മേലോട്ടുള്ള വണ്ടി. ഓക്കെ, ഒരു കാറെന്ന മോഹം യാഥാർത്ഥ്യമൊക്കെ പറ്റിയ വണ്ടികളുണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളില്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ആദ്യം നമുക്കൊരു സ്വിഫ്റ്റ് തുടങ്ങാം. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ആണ്. പെട്രോൾ അല്ലേ ഇത്? അതെ, പെട്രോൾ VXI മിഡിൽ ഓപ്ഷൻ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ. അതെ, ഓക്കെ. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2016 സിംഗിൾ RC ഓണർ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ്. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ ആയിട്ടുണ്ട്, 1 മേലായിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? കഴിഞ്ഞ മാസം വരെ സർവീസിൽ പോയത് വണ്ടിയാണ്. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കാണ്. എന്തെങ്കിലും ക്ലെയിം റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ബാക്കിലത്തെ ഡിക്കിന്റെ ചെറിയ പണിയെടുത്തിട്ടുണ്ട്. വർക്ക് എടുത്തിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് പറയാൻ ഇല്ല. വർക്ക് എടുത്താണല്ലേ? ഓക്കെ. അപ്പോൾ ടയേഴ്സും കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ഇനി ഒരു 10,000 കിലോമീറ്റർ ഒക്കെ കൂടെ ടയേഴ്സ് ഉണ്ട് എന്തായാലും നിലവില്. വേറെ വർക്കൊന്നുമില്ല അല്ലേ? ഇല്ല, വേറെ വർക്കൊന്നുമില്ല. റീപ്ലേസും കാര്യങ്ങളും വേറെ ഒന്നുമില്ല. അപ്പോൾ പെട്രോൾ നല്ല നീറ്റുള്ള വണ്ടിയാണ്. പെട്രോൾ സ്വിഫ്റ്റ് 2000. ഇവിടെ ഇങ്ങനെ കിടക്കാൻ നോക്കണ്ട, പൊടി പിടിച്ച് കിടക്കാണ്. കൊടുക്കുന്നത് നല്ല നീറ്റാക്കി കൊടുക്കാൻ. കഴുകി വെച്ചാൽ അരമണിക്കൂർ കഴിയുമ്പോൾ പൊടിയോ? റോഡ്. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു ഫൈനൽ റേറ്റ് പറഞ്ഞു. ഫൈനൽ നമ്മളെ പ്രേക്ഷകർ ഏതായാലും വരുന്നല്ലേ? അതെ. ഫൈനൽ നമുക്കൊരു 3,48,000 കൊടുക്കാം. 3,48,000 രൂപയ്ക്ക് 2016 VXI സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസുള്ള ഈ ഒരു പെട്രോൾ സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ RC ഓണർ വണ്ടി. ഒരു 3 ലക്ഷം വരെ ലോൺ കിട്ടും. 3 ലക്ഷം 3 മേലെ കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊണ്ടുപോകാം കേട്ടോ. അടുത്ത വണ്ടിയിലേക്ക് ഫിയറ്റ് പുണ്ടോ മൾട്ടി ജെറ്റ് എഞ്ചിൻ വരുന്ന വാഹനം. അതായത് സ്വിഫ്റ്റിലും ഉള്ള സകലത്തിൽ കൊടുത്തുന്ന എഞ്ചിനാണ് അല്ലേ? ഡീസൽ എഞ്ചിനാണ്, മൾട്ടി ജെറ്റ്. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? ഇതിപ്പോ ഡീസൽ എഞ്ചിന് 2013-14 രജിസ്റ്റർ വണ്ടിയാണ്. 13 മോഡൽ, 14 മാനുഫാക്ചറിങ് മാത്രമാണ്. 14 ഡെലിവറിയും രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിളാ? ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡ് ആണ്. സെക്കൻഡ് ഇപ്പൊ ആയിട്ട് ഒരു കൊല്ലമായിട്ടില്ല. ഡീസൽ എത്ര ഓട്ടം? ഇത് 70 സംതിങ് ഓടിയിട്ടുള്ളൂ. 70 സംതിങ്. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി, കമ്പനി ഹിസ്റ്ററി ഇപ്പൊ ലാസ്റ്റ് സർവീസ് ഒന്നും കമ്പനിയും ചെയ്തതല്ല. ആദ്യത്തെ പാർട്ടി ഫുള്ള് കമ്പനി സർവീസ് ചെയ്ത വണ്ടിയാണ്. ലാസ്റ്റ് പാർട്ടി 1 വർഷമായിട്ടേ ഉള്ളൂ. 1 വർഷമായിട്ടുള്ളൂ അയാൾ എടുത്തതിന് ശേഷം പിന്നെ കമ്പനിയിൽ പോയിട്ടില്ല എന്നാണ് എനിക്ക്. ഓക്കെ. അതായത് ഫിയറ്റ് കമ്പനി ഇവിടുന്ന് നിർത്തി, പക്ഷേ ജീപ്പ് ഉണ്ട് ഇവിടെ. ജീപ്പിന്റെ അവിടെ തന്നെയാണ് ഫിയറ്റിന്റെ സർവീസും. അവിടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് വണ്ടിയിൽ. ഓക്കെ, എന്തായാലും മേജർ റീപ്ലേസ്മെന്റ് ആകാൻ തോന്നുന്നു. മൈലേജ് ഉണ്ടാകും കേട്ടോ. 18-20 റേഞ്ച് മൈലേജ് അടക്കമുള്ള വണ്ടിയാണ്. അത്രയും ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം ഉള്ള വണ്ടിയാണ്. നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളും. അതെ, നല്ല ഡ്രൈവിംഗ് കംഫർട്ടാണ്. മൈലേജും കിട്ടും, നല്ല പവറുമാണ്, എടുത്തിട്ട് പോകാനും പറ്റും. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അപ്പോൾ കുഴപ്പമില്ല. ടയേഴ്സും ഉണ്ട്. അത്യാവശ്യം ഓടാൻ പറ്റുന്ന. ഇപ്പൊ എടുത്ത അവിടെ ഒന്നും ചെയ്യാനില്ല പാർട്ടിക്ക്? ഇല്ല, നിലവിലൊന്നും ചെയ്യാനില്ല. പിന്നെ നമ്മൾ ഈ കണ്ടീഷനിലല്ല കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് വാഷിംഗെല്ലാം ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് കൊടുക്കാം. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? ഇതിപ്പോ നമുക്കൊരു 2,10 കൊടുക്കാം.
2,10,000 രൂപയ്ക്ക് ഈ ഒരു 2013 മോഡൽ 14 രജിസ്ട്രേഷൻ വരുന്ന 70,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ്. ഏകദേശം ഒരു 3/4 ഭാഗം കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ലാസ്റ്റ് ഒരു ഓണർക്ക് മാത്രം മാറുമ്പോൾ ചെയ്തിട്ടില്ല അല്ലേ പുള്ളി? അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോണ് ചാൻസ് ഇല്ല ഈ ഒരു വണ്ടിക്ക്, ഫിയറ്റ് നിർത്തിയോണ്ടാണ്, വേറെ ഒന്നുമല്ല. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ മാരുതി 800 KL58 തലശ്ശേരി വണ്ടിയാണ്. അതെ, ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല വണ്ടി. 2011 വണ്ടി, 11 മോഡൽ അല്ല, സാധാരണ 2006 2005 വണ്ടി കൂടുതലായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, ഇത് 11 മോഡൽ ഉണ്ട്, 2011 മോഡൽ. അപ്പോൾ അടുത്ത വർഷമാണ് റിന്യൂവൽ വരിക അല്ലേ? 2026 റിന്യൂവൽ, 26 വരും. ഓക്കെ, അപ്പോൾ ബാക്കി എങ്ങനെയാണ്? മേജറായിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിന് മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ക്ലാസ് മാറിയത്? ഓക്കെ, പിന്നെ വേറെ മേജറായിട്ടുള്ളൊന്നും ഇല്ല, മേജറായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, എല്ലാം വർക്കാണോ? എ സി നിലവിൽ വരുന്ന വണ്ടിയാണ്, കമ്പനി എ സി വരുന്ന വണ്ടിയാണ്. ഓക്കെ, നിലവിൽ എ സി വർക്കല്ല. എന്തൊക്കെ കാര്യമായിട്ടുള്ള പണിയാണോ അതോ നമ്മൾ ചെക്ക് ചെയ്തില്ല? ഒട്ടുമിക്ക വണ്ടികൾക്കും മാരുതി 800 ചെറിയ പ്രശ്നങ്ങളാണ് വരാറ്. ഇതിപ്പോ എന്താ പണിയെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് അത് ഇന്ന പണിയാണെന്ന് പറയാൻ പറ്റില്ല. ചെറിയ എന്തെങ്കിലും പണിയായിരിക്കാനേ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കിയിട്ട് എന്തെങ്കിലും സമയത്ത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ 2011 800 ആണ്. അത്യാവശ്യം നല്ല ടയർസും കാര്യങ്ങളും ഒരു ആവറേജ് വരുന്നുണ്ട്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് കൊടുക്കാം, ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം, ഒരു 80 രൂപയ്ക്ക് കൊടുത്താലേ. ഇതാ തുടക്കം പറഞ്ഞ വണ്ടി അല്ലേ? 80,000 രൂപയ്ക്ക് 800 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് പേപ്പർ എടുക്കുമ്പോൾ എത്ര ചാർജ് വരും? ഏകദേശം ഒരു 10,000 വരും. ഇതിപ്പോൾ ഫസ്റ്റ് റിന്യൂവൽ അല്ലേ വരിക? സെക്കൻഡ് റിന്യൂവൽ ആണെങ്കിൽ എബൌട്ട് 10,000 വരുന്നുണ്ട്. ഇതിപ്പോൾ നോർമലി ആദ്യത്തെ പോലെ തന്നെ 2,000 സംതിങ് വരും. 2,000 സംതിങ് അത്രേ വരുള്ളൂ ഫസ്റ്റ് റിന്യൂവൽ ആകുമ്പോൾ. ടാക്സ് മാത്രം എല്ലാത്തിനും 50% കൂടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് അൾട്ടോയിലേക്ക് വന്നു. KL58 വണ്ടി തന്നെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇതിപ്പോൾ 2011-12 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, 12 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 27 ഇതിന്റെ റിന്യൂവൽ വരും. അതെ, 27 വരും. ഓക്കെ, 27 വരുന്ന വണ്ടി സിംഗിൾ RC ഓണർ വണ്ടി, AC പവർ സ്റ്റിയറിംഗ്, എല്ലാം വർക്കിംഗ് കണ്ടീഷനുള്ള വണ്ടിയാണ്. വർക്കിംഗ് കണ്ടീഷൻ ആണ് അല്ലേ? പിന്നെ ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഇല്ല, വേറെ ക്ലെയിമും. ഓക്കെ, ടയർ വാങ്ങൽ അത്യാവശ്യമുണ്ട്. പിന്നെ നോർമലി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 1,20,000 രൂപ കൊടുക്കാം. ഓക്കെ, 11 മോഡൽ 12 രജിസ്ട്രേഷൻ ഉണ്ട്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന്റെ കിലോമീറ്റർ എത്രയാണ് കാണിക്കുന്നത്? കിലോമീറ്റർ 90,000 ഓടിയ വാഹനമാണ്. അപ്പോൾ എന്തായാലും നോക്കാം. ലോൺ കയറും ഇത്? ലോൺ കയറും. 12 രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ലോൺ കയറും. പക്ഷെ എല്ലാ ഫൈനാൻസുകാരൊന്നും ചെയ്യൂല അല്ലേ? 13-14 തൊട്ടിട്ട് ചെയ്യുന്ന കമ്പനി ഉണ്ട്. എന്നാൽ ശ്രീരാം പോലത്തെ ഫൈനാൻസ് ഇതുപോലത്തെ വണ്ടിക്ക് ഒരു 80 വീണ്ടും സെയിം അൾട്ടോ തന്നെ KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. സൺറൂഫ് ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റിക്കർ ഒക്കെ പറിച്ചിട്ടുണ്ട്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2012 ആണ്. 12 LXI AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നതാണ്. ഓക്കെ, എല്ലാം വർക്കിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ്. 12 മോഡലും രജിസ്ട്രേഷൻ എല്ലാം 12. എല്ലാ രജിസ്ട്രേഷൻ അല്ല, മോഡൽ തന്നെ 12 ആണ്. എല്ലാം 12 ആണ്. ഓക്കെ, മോഡൽ എല്ലാം അത്യാവശ്യം നല്ല ഒരു ഓട്ടോ എത്ര പോയി? ഓട്ടോ 90 ആയിരുന്നല്ലേ? 90 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു 100-200 കിലോമീറ്റർ ഒന്നും ചിലപ്പോൾ പറയില്ല കേട്ടോ. നമ്മൾ ഒരു 88 ആണെങ്കിൽ ചിലപ്പോൾ 90 എന്ന് പറയല്ല, 88 തന്നെ പറയാം. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാം, ഒരു 1,20,000 കൊടുത്തേക്കാം. 1,20,000 രൂപയ്ക്ക് വീണ്ടും ഒരു വാഹനമുണ്ട്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ലോൺ കിട്ടും. അതെ, അങ്ങനത്തെ ഫിനാൻസ്. ഇതിന് വേറൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. ഈ 11 മാനുഫാക്ചറിങ് 12 രജിസ്ട്രേഷനാണ് ഞാൻ പറഞ്ഞ ഒരു 80 അങ്ങനെ ചാൻസ്. ഇത് 12 മോഡൽ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു ₹1 വരെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? അടുത്തത് അൾട്ടോ K10 എത്തി. നമ്മൾ അൾട്ടോ കുറച്ചും കൂടി പ്രൊമോട്ടായി അല്ലേ? 1000cc ആയി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. 58 തന്നെ. ഓക്കെ, KL58 തന്നെ. 2010 ആണ് ഇത് വണ്ടി. 10 മോഡൽ. പേപ്പറിന്റെ അവസ്ഥ? പേപ്പർ നമ്മൾ പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കുകയാണ്. എടുത്തതിന് ശേഷമുള്ള വില പറയുന്നത്? 5 വർഷത്തെ പേപ്പർ എടുത്തിട്ട് കൊടുക്കുന്ന വില പറയുന്നത്, കണ്ടീഷൻ പറഞ്ഞാൽ മതി. ഓക്കെ, ബാക്കി കാര്യങ്ങൾ എങ്ങനെയാ? ബാക്കി കാര്യങ്ങൾ വണ്ടി LXI ആണ്. പിന്നെ 1 സംതിങ് ഓടിയിട്ടുണ്ട്, അതായത് 1.4 1.3 അങ്ങനെ ഓടിയിട്ടുണ്ട്. പിന്നെ ആവറേജ് അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളും. പിന്നെ സീറ്റ് കവറൊക്കെ കമ്പനി സീറ്റ് കവറാണ്. അങ്ങനെ തന്നെ ഒറിജിനൽ കവറാണ് ഉള്ളത്. സീറ്റ് കവർ വേറെ അഡീഷണൽ അടിച്ചതല്ല, അത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അത് റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ നോർമൽ സീറ്റ് കവറാണുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല വൃത്തി, പെയിന്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. K10 ആണ്.
ആ കേട്ടനാണ് ആൾട്ടോന്റെ മുകളിൽ വരുന്ന വണ്ടി. അപ്പോൾ പേപ്പർ ആക്കിയിട്ട് നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് പുതിയ ഇൻഷൂർ, പുതിയ ടാക്സ്, 5 വർഷത്തെ പേപ്പർ അടക്കം ചെയ്തിട്ട് നമുക്ക് നല്ല സർവീസ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് കൊടുക്കാം. 1,40,000 രൂപ. 1,40,000 പുതിയ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടും. 5 വർഷത്തേക്ക് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇതാ ഒരു 7 സീറ്റർ വേണമെങ്കിൽ ഒരു ഇരട്ടിക നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇത് ഡീസലാണോ പെട്രോളാണോ? ഡീസൽ, ഡീസൽ. മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ്. പക്ഷേ അലോയ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതാ മോഡല്? ഇത് 2012 മിഡിൽ വരുന്നുണ്ട്. 12 മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 2012 മിഡിൽ, അതായത് 2012 ജൂൺ മാസം, ജൂൺ ജൂലൈ ആ സമയം. ഓക്കെ. 2027 പകുതിക്ക് ശേഷം പേപ്പർ ഉണ്ടാവും. പേപ്പർ വരും. ഓക്കെ. പിന്നെ വണ്ടിയുടെ കണ്ടീഷൻ പറയുവാണെങ്കിൽ 1,08,000 കിലോമീറ്റർ അങ്ങനെയാണ് ഓടിയിട്ട് ഉള്ളത്. ടൈമിംഗ് ചെയിൻ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഹെഡിന്റെ പണി ചെയ്തിട്ടുണ്ട്, ടർബോന്റെ പണി ചെയ്തിട്ടുണ്ട്. എല്ലാം ഇപ്പൊ നമ്മൾ ചെയ്തതാണ്. മൊത്തം വർക്ക് എടുത്ത് വെച്ച വണ്ടിയാണ്. ചെറിയ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചെയ്യാനില്ല. സാധാരണ ജനറൽ സർവീസ് 10,000 കിലോമീറ്റർ ഓടുമ്പോൾ ചെയ്ത് 1,00,000 മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. പിന്നെ ചെറിയൊരു പുകേന്റെ പ്രശ്നം ഉണ്ടായി. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മൊത്തം പണിയെടുത്തിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എടുക്കുന്ന പാർട്ടിക്ക് മെക്കാനിക്കലായിട്ട് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട്. ടയർ ഭാഗമുണ്ട്. ഓക്കെ. ഫ്രണ്ട് 2 നല്ല ടയേഴ്സ് ആണ്. സെൻട്രൽ AC വർക്കാണ്. പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ, സെൻട്രൽ ലോക്ക് എല്ലാം വർക്ക് ചെയ്യും. എല്ലാം ഓക്കെ ആണല്ലേ? ഓക്കെ. അപ്പോൾ 2012 മിഡിൽ വരുന്ന വാഹനമാണ്. BDI മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടി. 18 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും ഏകദേശം. ഓണർഷിപ്പ് എത്രയിൻ്റെ? ഇത് സെക്കൻഡ് ഓണർ. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,40,000 രൂപ കൊടുക്കാം. 3,40,000 2012 BDI. ഈ അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഈ ഒരു എർട്ടിക കൊണ്ടുപോകാം. ലോൺ ഒരു 3 lakhs വരെ കിട്ടും. 3 lakhs വരെ ലോൺ ചാൻസ് ഉണ്ട് അല്ലേ? അടുത്ത വാഹനം റേറ്റ് സ്കെയിൽ 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. കണ്ണൂർ ജില്ല തന്നെ. ഇന്ന് കണ്ട എല്ലാം കണ്ണൂർ തന്നെയാന്ന് തോന്നുന്നില്ലേ? കൂടുതൽ കണ്ട 58 തലശ്ശേരി. കണ്ണൂർ ജില്ല. ഓക്കെ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് VXI ആണ്. ഓക്കെ. മിഡിൽ ഓപ്ഷൻ പെട്രോൾ 2014 VXI ആണ്. ഓക്കെ. പെട്രോൾ വണ്ടിയാണ്. 2014 ആണ്. പിന്നെ ഡാഷ്ബോർഡിലൊക്കെ ഒരു പ്രത്യേക കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? കളർ വന്നിട്ടുണ്ട്. കമ്പനി വന്നതിനാണ്. VXI എന്താ സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറക്കിയാണോ? അല്ല, ഇത് വരുന്നുണ്ട്. പക്ഷെ ഇതുപോലെ മുമ്പേ അങ്ങനെ റിച്ചിന് വന്നിട്ടുണ്ട്. ആ ഒരു സ്പെഷ്യൽ എഡിഷൻ പോലെ കണ്ടത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ വേറൊരു കളറിലാണ് വരുന്നത്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ. ഓക്കെ. ബാക്കി എങ്ങനെയാ കിലോമീറ്റർ, ഓണർഷിപ്പ് എല്ലാം? ഇത് കിലോമീറ്റർ 1.8 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഓക്കെ. പിന്നെ 1.8 സെക്കൻഡ് ഓണറും ആയത് ഈ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നില്ല. അത്രയും ഓൾമോസ്റ്റ് നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട്. പിന്നെ വണ്ടിയുടെ പെർഫോമൻസ് നല്ലൊരു ചെറിയ ഓട്ടോയുടെ വണ്ടിയുടെ പെർഫോമൻസ് ആണ്. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. പെട്രോൾ വണ്ടിയാണ്. 1,00,000 മേലെ ഓടിയെന്ന് ശേഷം വേറെ മേജറായിട്ടുള്ള സർവീസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. ഒന്നുമില്ല. സാധാരണ പോലെ തന്നെ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റിയ എഞ്ചിൻസ് ആണ്. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത്? അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ബാക്ക് നല്ല കട്ടുള്ള ടയറാണ്. ഇത് എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇതിപ്പോ നമുക്കൊരു ഫൈനൽ പറഞ്ഞു. എത്രയാണ്? 3,05,000 കൊടുക്കാം. 3,05,000 2016 റിറ്റ്സ് VXI ആണ്. ലോൺ ഒരു 2.25 ഒരു കാര്യം ചെയ്യാം. ഒരു ബെല്ലൈക്കണും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തവർക്ക് നമുക്കൊരു 3 ലക്ഷത്തിന് ഓഫർ പ്രൈസ്. 3 ലക്ഷം ഫൈനൽ റേറ്റ് ആണ്. 2014 VXI റിറ്റ്സ് ആണ്. ലോൺ 2.25 വരെ കയറും. ഓക്കെ. അടുത്ത വണ്ടി. ഇതും KL 58 വണ്ടി തന്നെ. ഹ്യുണ്ടായ് ഇയോൺ ആണ്. നല്ലൊരു നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. സിംഗിൾ RC വണ്ടി. സെക്കൻഡ് താക്കോല്, സെക്കൻഡ് കീ കയ്യിലുണ്ട്. ഏതാ മോഡല്? ഇത് 2012 ആണ്. 12 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 90 അല്ല 90 സംതിങ്. അതായത് 211 എന്നെല്ലാം പറയുമ്പോൾ ഒരു മേജർ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ RC ഓണർ. പിന്നെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം പക്ക വർക്കിംഗ് ആണ്. ഇത് നമുക്ക് കൊടുത്തേക്കാം. ഒരു ഫൈനൽ പ്രൈസ് പറയട്ടെ. ഇപ്പൊ വണ്ടി വന്നിട്ടേ ഉള്ളൂ. പാർട്ടീന്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇപ്പൊ എടുത്തിട്ട് വന്നിട്ടേ ഉള്ളൂ. നമുക്കൊരു 1.25 പാർട്ടിക്ക് കൊടുത്തേക്കാം. 1.25 1,25,000 രൂപയ്ക്ക് 2012 ഇയോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ്. സർവീസ് ഒക്കെ പക്കയാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. അത്യാവശ്യം. ലോൺ എത്ര കയറും? 12 ഇയോണിന് നമ്മളിപ്പോ
ലാസ്റ്റ് ചെയ്തത് 1 ഉറുപ്പ്യാണ്, 1 ലക്ഷം. 1 ലക്ഷം വരെ കിട്ടി. 1 ലക്ഷം വരെ കിട്ടി. അപ്പൊ 25,000 കണ്ട ഇറക്കാം. വണ്ടി ഇറക്കാം. ഓക്കെ, അടുത്ത വണ്ടിയില് കണ്ണൂർ മാറി കാസർഗോഡ് വണ്ടി വന്നു. KL14 രജിസ്ട്രേഷൻ ആൾട്ടോ 800. നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനം. അതെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2012 ലാസ്റ്റ് വണ്ടി, LXI. LXI 2012. പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ. ഓക്കെ, എല്ലാം വേണം. 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. അതെ. ഓട്ടം 70 സംതിങ്, 72. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് RC-യിൽ 2012 ലാസ്റ്റ് ആണ്. 12 ഫസ്റ്റിലൊന്നും ആൾട്ടോണർ. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് കൊടുത്തേക്കാം, 1,40,40,000 രൂപ കൊടുക്കും. 2012 1,40,000 ഈ ഒരു ആൾട്ടോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ 1,1,4 വരെ ലോണും കിട്ടുന്നുണ്ട്. ഓക്കെ, ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഒരു നല്ല വണ്ടി അല്ലേ? മേജറായിട്ടുള്ള ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, മൊത്തം പൊടിയാണ് കേട്ടോ എല്ലാ വണ്ടിയും. ഒരു പിന്നെ റോഡ് സൈഡാണ്. നമ്മളിപ്പോ വീഡിയോ ചെയ്യാൻ വേണ്ടി പോലും നമ്മൾ കഴുകിയിട്ട് കാര്യമില്ല. അരമണിക്കൂർ കൊണ്ട് വീണ്ടും പൊടിയാവും. അതേപോലെ തന്നെ പൊടിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെലിവറി കൊടുക്കുന്ന സമയത്ത് പക്ക സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കുക കേട്ടോ. കൊടുക്കുന്നത് എല്ലാ വണ്ടി സർവീസ് ചെയ്ത് അങ്ങനെ തന്നെ കൊടുക്കുക. ഡെലിവറി കൊടുക്കുന്ന എല്ലാ വണ്ടിയും അടുത്ത് തന്നെ സർവീസ് സെൻ്റർ ഉണ്ട്. സർവീസ് ചെയ്തിട്ടാണ് കൊടുക്കുക. വാട്ടർ സർവീസ്. വാട്ടർ സർവീസ്. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങോട്ട് എത്താത്ത കുറച്ച് വാഹനങ്ങളുണ്ട്. അങ്ങനത്തെ വാഹനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. 7 സീറ്റർ കാര്യങ്ങളൊക്കെ. 7 സീറ്റർ ഉണ്ട്, ഇന്നോവ ഉണ്ട്. 2009 മുതൽ 2015 വരെയുള്ള ഇന്നോവ ഉണ്ട്. പിന്നെ അതുപോലെ സ്വിഫ്റ്റ് ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചോ. ഈ ആൾട്ടോണർ തന്നെ 13, 14, 15. ഇവിടെ മൊത്തം സ്റ്റോക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. 12 വണ്ടി നാളെ ഇവിടെ വരുന്നുണ്ട്. 2012 തന്നെ സ്കൈ ബ്ലൂ കളർ വണ്ടിയുണ്ട്. അതും ഈ പറഞ്ഞ പോലെ 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. ഓക്കെ, അങ്ങനത്തെ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സാസ്റ്റ് യൂസ്ഡ് കാസിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റോപ്പ് ആണല്ലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ എന്നത്തെ പോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു. സൈനിക, ബൈ.